ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ്. 6ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ എന്താണ് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ഉള്ളതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. അഗ്രികൾച്ചർ അതായത് കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും അല്ലെ. അപ്പൊ എന്താണ് യു ഹാവ് സീൻ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദ നിയോളിത്തിക് പീരിയഡ്. ആസ് ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഫാർമിംഗ് ഇറ്റ് ബിക്കേം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്സ്. They settled near their farms to maintain the crops, protect the field from wild animals and to care for their domesticated animals. എന്താണ് പറയുന്നത്? കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി എന്താണ് സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ എന്താണ് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി എന്താക്കി സ്ഥിരവാസം ഉറപ്പിച്ചു. അപ്പൊ കൃഷിയുടെ ആരംഭം എന്താണ് നമ്മളെ നിയോളിത്തിക് ഏജിലാണ് അല്ലെ, നവീന ശിലായുഗത്തിലാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർ എന്താണ് കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് തന്നെ എന്താക്കി വീടൊക്കെ കെട്ടി താമസിക്കാൻ തുടങ്ങി അല്ലെ. സ്ഥിരവാസം അനിവാര്യമായി വന്നില്ലേ. കൃഷി പരിപാലിക്കുക എന്തിനൊക്കെയാണ്? കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ എന്താണ് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി എന്താണ് സ്ഥിരവാസം ഉറപ്പിച്ചു അല്ലെ. അപ്പൊ settled near their farms to maintain crops, protect the field from wild animals and to care for their domesticated animals. Then next in the what all changes might settled life have brought about in humans. എന്താണ് പറയുന്നത്? ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം മനുഷ്യർ എന്താണ് ഒരു സ്ഥലം ഇല്ലായിരുന്നില്ലേ, അവരിങ്ങനെ പോകുന്നിടത്തോടെ അവിടേക്ക് നിൽക്കലായിരുന്നു. അപ്പൊ കൃഷി ആരംഭിച്ച എന്താക്കി നമ്മളൊരു സ്ഥലത്ത് നിൽക്കണം എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടായില്ലേ. അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി നോക്കാം. സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ്. എന്താണ് ഡ്വെല്ലിംഗ് ബിഗാൻ ടു ബി ബിൽഡ് അല്ലെ. ഇപ്പം സ്ഥിരവാസവും മാറ്റങ്ങളും അല്ലെ, വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി അല്ലെ. പിന്നെ പീപ്പിൾ ബിഗാൻ ടു ഇന്ററാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. എന്താണ് ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. പിന്നെന്താണ് സെറ്റിൽമെന്റ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെന്റേഴ്സ്. എന്താണ് സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ എന്തായി ഈ വില്ലേജായി ഗ്രാമങ്ങളായും നഗരങ്ങളായും എന്താണ് വികാസം പ്രാപിച്ചു അല്ലെ. ഓക്കെ, ഇനി എന്താണ് അപ്പൊ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് കേട്ടോ. എന്താണ് വൈ ഡിഡ് പെർമനന്റ് സെറ്റിൽമെന്റ് become necessary for early humans? Why did permanent settlement become necessary for early humans? ആദിമ മനുഷ്യന് സ്ഥിരവാസം അനിവാര്യമായി വന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചത്. എന്താണ് ആസ് ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഫാമിംഗ് അല്ലെ. എന്താണ് ആസ് ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഫാമിംഗ്, കൃഷി ചെയ്യാൻ ആരംഭിച്ചതിനാലാണ് എന്ത് സ്ഥിരവാസം അനിവാര്യമായി വന്നത് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് What changes might settlement have brought about in humans? സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും? എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് dwelling began to build അല്ലെ. എന്താണ് settlements began to be built, people began to interact more with each other, organized social life began, settlements gradually develop into villages and cities അല്ലെ. വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി, ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി, സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിച്ചു, സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും എന്താണ് വികാസം പ്രാപിച്ചു അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. ഇനി എന്താണ് സ്റ്റോണിൽ നിന്ന് മെറ്റലിലേക്ക് അല്ലെ, ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്. ഓക്കെ, അപ്പോൾ ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ അബോവ്. വാട്ട് മെറ്റീരിയൽസ് ആർ ദേ മെയ്ഡ് ഓഫ്? മുകളിലുള്ള ചിത്രം കണ്ടല്ലോ, ഇതാ ഈ ചിത്രം. ഇതെന്തിനോടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് വസ്തുക്കൾ കൊണ്ടാണ്? മെറ്റൽ അല്ലേ. എന്താണ് അപ്പം ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? അപ്പോൾ നിങ്ങൾക്കറിയോ ഫസ്റ്റ് മെറ്റൽ ഉപയോഗിച്ച് മനുഷ്യർ ഫസ്റ്റ് മെറ്റൽ ഉപയോഗിച്ചത് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? എന്താ മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ് അല്ലെ, കോപ്പർ ആണ് അല്ലെ. ഓക്കെ, copper was the first metal used by humans. The period when humans used weapons and tools made of metals is called Metal Age. Since copper was not strong enough for tilling the soil and
tilling the soil and cutting trees. They mixed copper and tin to make a harder and stronger alloy called bronze. The period when weapons and tools made of bronze were used is known as Bronze Age. With the use of bronze tools, there occurred significant changes in human life. Let's see what they were. അപ്പോൾ എന്താ അവിടെ പറയുന്നത്, ഈ മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാ നിങ്ങൾക്ക് അറിയാമോ? ചെമ്പായിരുന്നു അല്ലെ, കോപ്പർ ആയിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം അല്ലെ. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്താണ്? ലോഹയുഗം അല്ലെ, മെറ്റാലിക് ഏജ് എന്ന് പറയും അല്ലെ. എന്താണ് ഈ ലോഹങ്ങൾ കൊണ്ടും ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തെ എന്താണ്? ലോഹയുഗം എന്നാണ് വിളിക്കുന്നത് അല്ലെ, മെറ്റൽ ഏജ് എന്നാണ് വിളിക്കുന്നത്. പീരീഡ് വെൻ ഹ്യൂമൻസ് യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ഈസ് കോൾഡ് ദ മെറ്റൽ ഏജ്. ഓക്കെ, ഇനി എന്താണ്? മണ്ണ് ഉഴുതു മറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ അല്ലെ, കാഠിന്യവും ഉറപ്പൊക്കെ ഈ മരങ്ങൾ മുറിക്കാനും മണ്ണ് ഉഴുതു മറിക്കാനൊക്കെ എന്താണ് ഈ ചെമ്പിന്റെ ഉറപ്പ് കുറവാണ്, വേഗം പൊട്ടിപ്പോലെ. അതിനാൽ ആ ചെമ്പും ഈയവും ബ്രോൺസും എന്താണ് കൂട്ടിച്ചേർത്ത് കാഠിന്യം ഉറപ്പുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ എന്താക്കി നിർമ്മിച്ചു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്താണ്? വെങ്കല യുഗം എന്നറിയപ്പെട്ടു. എന്താണ് ഇവിടെ പറയുന്നത്? സിൻസ് കോപ്പർ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ് ഫോർ tilling the soil and cutting trees, they mixed copper and tin to make a harder and stronger alloy called bronze. അല്ലെ, അവർ കോപ്പറിന്റെ കൂടുതൽ ടിന്ന് ഉപയോഗിച്ചില്ലേ. അപ്പൊ എന്താണ്? നല്ല ഹാർഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലോയ് ആയില്ലേ, അതിന്റെ പേര് ബ്രോൺസ് എന്ന് പറഞ്ഞ പേര് വന്നു അല്ലെ. ആ പീരീഡില് ഈ ബ്രോൺസ് ഉപയോഗിച്ച് ടൂൾസ് ബ്രോൺസ് ഉണ്ടാക്കിയിട്ടുള്ള ആ ടൂൾസ് ഉപയോഗിച്ച ആ കാലഘട്ട പീരീഡിനെയാണ് എന്ത്? ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പറയുന്നത് ഇവിടെ? വെങ്കലം കൊണ്ടുള്ള ബ്രോൺസ് കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്താണ്? ബ്രോൺസ് ഏജ്, വെങ്കല യുഗം എന്നറിയപ്പെട്ടു അല്ലെ. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായില്ലേ. അവ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. എന്താണ് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ദ യൂസ് ഓഫ് ബ്രോൺസ് ആൻഡ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. എന്താണ്? വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് കേട്ടോ. ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. എന്താണ്? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകമായി. Then the expansion of agricultural land led to an increase in agricultural production. എന്താണ്? കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് എന്താണ്? കാരണമായി അല്ലെ. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. The next, the increase in agricultural production paved the way for the exchange of products and the development of centers of exchange. എന്താണ് പറയുന്നത്? കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. എന്താണ്? കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും എന്താണ്? വഴിയൊരുക്കി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സെന്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. കൈമാറ്റ കേന്ദ്രങ്ങൾ എന്തായി? പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും എന്താണ്? രൂപാന്തരപ്പെട്ടു അല്ലെ. ഇതാണെന്ത്? വെങ്കല യുഗത്തിലെ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, ഇനി നോക്കൂ. ബ്രോൺസ് civilization. But ടീച്ചറോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. The period when weapons and tools were made and used from metals is known as. ലോഹങ്ങൾ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്? മെറ്റൽ ഏജ് അല്ലെ, ലോഹയുഗം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് പീരീഡ് വാസ് നോൺ ആസ് ദ പീരീഡ് വെൻ ബ്രോൺസ് വെപ്പൺസ് ആൻഡ് ടൂൾസ് വെർ യൂസ്ഡ്? വിച്ച് പീരീഡ് വാസ് നോൺ ആസ് ദ പീരീഡ് വെൻ ബ്രോൺസ് വെപ്പൺസ് ആൻഡ് ടൂൾസ് വെർ യൂസ്ഡ്? അതായത് ബ്രോൺസ് കൊണ്ടുള്ള വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്ന എന്താണ്? ബ്രോൺസ് ഏജ് അല്ലെ, വെങ്കല യുഗം എന്ന് അറിയപ്പെടും. ഓക്കെ, വാട്ട് ചേഞ്ചസ് ഡിഡ് ദ യൂസ് ഓഫ് ബ്രോൺസ് ബ്രിങ് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ്? വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി? എന്താണ്? ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് ഫാം ലാൻഡ്. എന്താണ്? ഫാം ലാൻഡ് അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾക്ക് എന്താണ്? വ്യാപിക്കുന്നതിന് സഹായകമായി. ദ എക്സ്പാൻഷൻ ഓഫ് ഫാം ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ
എന്താ കൃഷികളുടെ വ്യാപനം കാർഷികോൽപാദന വർധന എന്തായി കാരണമായി. ദ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ paved the way for the exchange of products and development of exchange centers. The exchange centers later transformed into towns and cities. അല്ലെ എന്താണ് കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികസനത്തിനും വഴിയൊരുക്കി. എന്താ കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് എന്താണ് പട്ടണങ്ങളായും നഗരങ്ങളായും എന്താണ് രൂപാന്തരപ്പെട്ടു അല്ലെ. ഓക്കെ, ഇനി എന്താണ് പ്രിപ്പയർ നോട്ട് കമ്പയറിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ സ്റ്റോൺ ഏജ് ആൻഡ് ദ ബ്രോൺസ് ഏജ്. എന്താണ് ശിലായുഗത്തിലെയും വെങ്കലയുഗത്തിലെയും മനുഷ്യ ജീവിതത്തിലെ സവിശേഷതകൾ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, സ്റ്റോൺ ഏജിൽ എന്തൊക്കെയാണ് ശിലായുഗത്തിലെ മനുഷ്യർ. അതിൽ പറയുന്നത് എന്താണ് സ്റ്റോൺസ് വെർ യൂസ്ഡ് ആസ് വെപ്പൺസ് അല്ലെ. ശിലായുഗത്തിലെ സ്റ്റോൺ ഏജിൽ എന്താണ് സ്റ്റോൺസ് വെർ യൂസ്ഡ് ആസ് വെപ്പൺസ് അല്ലെ, കല്ലുകൾ ആയുധമാക്കി. അവിടെ പിന്നെന്താണ് അവിടെ ബ്രോൺസ് ഏജിൽ വെങ്കലയുഗത്തിലെ മനുഷ്യരിൽ എന്താണ് വന്നത് ബ്രോൺസ് വെപ്പൺസ് വെർ മെയ്ഡ് അല്ലെ, വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളാണ് അവിടെ ഉണ്ടാക്കിയത് അല്ലെ. മറ്റേടത്ത് സ്റ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റേടത്ത് ബ്രോൺസ് ഏജിൽ ബ്രോൺസ് ആണ് വെപ്പണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. പിന്നെ എന്താണ് അഗ്രികൾച്ചർ ബിഗാൻ ആണ് സ്റ്റോൺ ഏജിൽ അല്ലെ, കൃഷി ആരംഭിച്ചു. ബ്രോൺസ് ഏജിലാണെങ്കിലോ അഗ്രികൾച്ചറൽ സ്പ്രെഡ് അല്ലെ, കൃഷിയുടെ വ്യാപനം ഉണ്ടായി അല്ലെ. നെക്സ്റ്റ് എന്താണ് സ്റ്റോൺ ഏജില് ചക്രം എന്താണ് വീൽസ് വാസ് ഇൻവെന്റഡ് അല്ലെ, എന്താണ് ചക്രം കണ്ടുപിടിച്ചു. ഇവിടെയോ സെന്റേഴ്സ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് എമേർജ്ഡ്, സിറ്റീസ് ആൻഡ് ടൗൺസ് വെർ ഫോംഡ് അല്ലെ. എന്താണ് ചക്രം കണ്ടുപിടിച്ച് പിന്നെന്താണ് ഉൽപ്പന്ന കൈമാറ്റത്തിന് കേന്ദ്രങ്ങൾ ഉണ്ടായി. എന്താ നഗരങ്ങളും പട്ടണങ്ങളും എന്താണ് രൂപപ്പെട്ടത് ബ്രോൺസ് ഏജിലാണ് അല്ലെ. സ്റ്റോൺ ഏജിൽ എന്താണ് അവിടെ വീല് വാസ് ഇൻവെന്റഡ്, പോട്ടറി പ്രൊഡക്ഷൻ ബിഗാൻ അല്ലെ, ചക്രം കണ്ടുപിടിച്ച് മൺപാത്ര നിർമ്മാണമൊക്കെ സ്റ്റോൺ ഏജിൽ ആരംഭിച്ചു. ബ്രോൺസ് ഏജിലാണെങ്കിൽ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി, കൃഷിയുടെ വ്യാപനം ഉണ്ടായി, ഉൽപ്പന്ന കൈമാറ്റത്തിന് കേന്ദ്രങ്ങൾ ഉണ്ടായി, നഗരങ്ങളും പട്ടണങ്ങളൊക്കെ രൂപപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്താ നോക്കാം നമുക്ക്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ നോക്കിയേ, യു ഹാവ് സീൻ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് occurred in human life in the Bronze Age. As a result of these changes in the Bronze Age, civilizations were formed centered around cities. Let us become familiar with the Bronze Age civilization. ഇതാക്കണ്ട ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അത് മെസോപ്പൊട്ടോമിയൻ, ഹാരപ്പൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് അല്ലെ, ഇതൊക്കെയാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ സിവിലൈസേഷൻ എന്താണ് വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്താണ് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ സിവിലൈസേഷൻസ് രൂപപ്പെട്ടു അല്ലെ. അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെ മെസോപ്പൊട്ടോമിയൻ, ഹാരപ്പൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് അല്ലെ, ഇതൊക്കെയാണ് എന്ത് വെങ്കലയുഗ സംസ്കാരങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, അവിടെ ചിത്രത്തിൽ എന്താണ് ഫൈൻഡ് ഔട്ട് ദ 4 മേജർ സിവിലൈസേഷൻസ് ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദ ബ്രോൺസ് ഏജ് ഓൺ ദ മാപ്പ് ഗിവൺ ബിലോ. എന്താണ് വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന 4 പ്രധാന സംസ്കാരങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ കണ്ടെത്താനാണ്. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് അവിടെ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അവിടെ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അവിടെ, പിന്നെ ഹാരപ്പൻ സിവിലൈസേഷനും ചൈനീസ് സിവിലൈസേഷനും ആണ് അല്ലെ. ഓക്കെ, observe map 1.1 and identify the river valley where the major Bronze Age civilization developed and complete the table. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഭൂപടം നിരീക്ഷിച്ചിട്ട് പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന നദീതടങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ അല്ലെ. ഫസ്റ്റത്തെ എന്താണ് മെസോപ്പൊട്ടോമിയൻ ആണ് അല്ലെ. മെസോപ്പൊട്ടോമിയൻ എവിടെ നോക്കിയേ, മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഇവിടെ അല്ലെ. അപ്പൊ അതിന്റെ അടുത്തുള്ള നദി ഏതാണ്? ആ നദീന്റെ പേര് അല്ലെ. അപ്പം ആ നദികൾ എഴുതുക. ഈജിപ്ഷ്യൻ എവിടെയാണ്? ഈജിപ്ഷ്യൻ ഇതവിടെ അല്ലെ, ഇതേതാ നൈൽ നദി അല്ലെ, അത് ഇവിടെ എഴുതുക അല്ലെ. ഈ ഹാരപ്പൻ ആണെങ്കിലോ ഹാരപ്പൻ സംസ്കാരത്തിനുള്ള സിന്ധു നദിയാണ് അല്ലെ. അപ്പൊ സിന്ധു നദി എഴുതുക. ചൈനീസ് സംസ്കാരത്തിന്റെ അവിടെ എന്താണ്? ഏതാണ് നദി? ഹൊയാങ് ഹോ നദി അല്ലെ. അപ്പൊ എന്താണ് അതവിടെ എഴുതുക കേട്ടോ. ഓക്കെ, നോക്കൂ, വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫോം ഇൻ റിവർ വാലീസ്? ഈ റിവർ വാലീസിൽ എന്തുകൊണ്ടായിരിക്കാം ഈ സിവിലൈസേഷൻ രൂപപ്പെട്ടത്? ഈ ബ്രോൺസ് ഏജിലെ വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാന്ന് ചോദിച്ചു അല്ലെ. എന്തുകൊണ്ടാണ് നദീതടങ്ങളിൽ? നോക്കൂ, വൈ ഇൻ റിവർ വാലി, എന്തുകൊണ്ടാണ് നദീതടങ്ങളിൽ? ഫെർട്ടൈൽ സോയിൽ അല്ലെ, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ്, പിന്നെന്താ വരുന്നത്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലലഭ്യത,
ഫേവറബിൾ ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ് അല്ലെ, അനുകൂല കാലാവസ്ഥ അല്ലെ. ഇതൊക്കെയാണ് എന്ത് നദീതടങ്ങളിൽ ഈ സിവിലൈസേഷൻ രൂപപ്പെടാൻ കാരണം അല്ലെ. നെക്സ്റ്റ് എന്താ നോക്കൂ, മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആണ് കേട്ടോ. ഒബ്സർവ് മാപ്പ് 1.1 ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് മെസോപ്പൊട്ടേമിയ. ബിറ്റ്വീൻ വിച്ച് റിവർ ഇൻ മെസോപ്പൊട്ടേമിയ ലൊക്കേറ്റഡ്? ഏതൊക്കെ റിവറിന്റെ ഇടയിലാണ് ഈ മെസോപ്പൊട്ടേമിയ നിൽക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെസോപ്പൊട്ടേമിയ വിച്ച് റിവർ ലൊക്കേറ്റഡ്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് അല്ലെ. നിങ്ങൾ ആ മാപ്പിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസിന്റെ ഇടയിലാണ് എന്ത് ഈ മെസോപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. നോക്കൂ, മെസോപ്പൊട്ടേമിയ അല്ലേ, ഇതിന്റെ യൂഫ്രട്ടീസും ടൈഗ്രീസ് നദിയും അല്ലെ, ഇതിന്റെ ഇടയിലാണ് എന്ത് ഈ മെസോപ്പൊട്ടേമിയ സംസ്കാരം വളർന്നു വന്നത് അല്ലെ. ആ രണ്ട് നദീന്റെ ഇടയിലാണ്. ഓക്കെ. The word Mesopotamia means the land between rivers. This region lies between the Euphrates and Tigris rivers. This region is presently a part of Iraq. Mesopotamian civilization consisted of 4 different civilizations which were Sumerian, Babylonian, Assyrian and Chaldean. അല്ലേ, എന്താ അവിടെ പറയുന്നത്? ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്താണ്? ഈ മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് അല്ലെ. നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് ഇത് മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അല്ലെ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് എന്ത് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്, മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത് അല്ലെ. നിലവിൽ ഇറാഖിന്റെ ഭാഗമാണെന്ത് ഈ പ്രദേശം. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതായിരുന്നു എന്ത് ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അപ്പം എന്തുകൊണ്ട് വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫോം ഇൻ റിവർ വാല്യൂ? വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ്? നല്ല ഫെർട്ടൈൽ സോയിൽ ഉണ്ട് അല്ലെ, ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലലഭ്യത ഉണ്ട്, ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂല കാലാവസ്ഥ ഉണ്ട് അല്ലെ. വാട്ട് ഡസ് ദ വേർഡ് മെസപ്പൊട്ടേമിയ മീൻസ്? മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് അല്ലെ, നദികൾക്കിടയിലെ പ്രദേശം. ബിറ്റ്വീൻ വിച്ച് റിവേഴ്സ് ഈസ് മെസപ്പൊട്ടേമിയ ലൊക്കേറ്റഡ്? ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് അല്ലെ. യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസിന്റെ ഇടയിലാണ് ഈ മെസപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഓക്കെ. What are the 4 different cultures that were included in the Mesopotamian civilizations? മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളിൽ ഉൾപ്പെട്ട 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ ഏതെല്ലാമാണ്? എന്താണ്? സുമേരിയൻ, ബാബിലോണിയൻ, അസീറിയൻ, പിന്നെന്താണ്? കാൽഡിയൻ അല്ലെ. ഇതൊക്കെയാണ് എന്ത് ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ ഉൾപ്പെട്ട 4 വ്യത്യസ്ത തരം കൾച്ചേഴ്സ്. ഡിഫറെന്റ് കൾച്ചർ ഏതൊക്കെയാണ് സംസ്കാരങ്ങൾ? ഇതൊക്കെയാണ് അല്ലെ. സുമേരിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ അല്ലെ. ഓക്കെ. ഇത് അർബൻ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. എന്താണ് അർബൻ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ്? എന്താ നമുക്ക്? ദ സുമേറിയൻസ് were the first people who contributed to the development of urban life in Mesopotamia. The major cities of Mesopotamian civilizations were Uruk, Lagash and so on. എന്താണ്? The writing system of Mesopotamians was known as a cuneiform അല്ലെ. എന്താ ഇവിടെ പറയുന്നത്? നഗരജീവിതം, എഴുത്തുവിദ്യ അല്ലെ. മെസപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത ആരാണ്? സുമേറിയക്കാരായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ആരായിരുന്നു ആദ്യ ജനത? സുമേറിയക്കാർ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക? എന്താ ചോദിക്കുക? ഹു were the first people to contribute to the development of urban life in Mesopotamia? മെസപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത ആരായിരുന്നു? സുമേറിയൻ അല്ലെ. സുമേറിയക്കാരായിരുന്നു അല്ലെ. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു എന്ത്? ഉറൂക്ക്, ലഗാഷ് മുതലായവ അല്ലെ. അപ്പൊ എന്താണ്? വാട്ട് ആർ ദ മേജർ സിറ്റീസ് ഓഫ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻസ്? ഉറൂക്ക്, ലാഗേഷ് അല്ലെ. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാ? ഉറൂക്ക്, ലഗാഷ് അല്ലെ. ഇതൊക്കെയായിരുന്നു എന്ത് മെസപ്പൊട്ടേമിയന്റെ മേജർ സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്നറിയപ്പെട്ടു. അപ്പൊ മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തിന്റെ പേരെന്താണ്? ക്യൂണിഫോം ആണ് അല്ലെ. അപ്പം ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടേമിയൻ ഈസ് നോൺ ആസ് എന്താണ്? ക്യൂണിഫോം. ഇത് പഠിക്കണം കേട്ടോ. ഓക്കെ. ഇനി ഇതെന്താണ്? ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണ് കേട്ടത്. ദിസ് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ സുമേറിയൻസ് അല്ലെ. ഈ എന്താണ് ലിപി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇറ്റ് വാസ് എ വെഡ്ജ്
ഷേപ്പ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. കണ്ടോ, ചിത്രത്തിൽ കണ്ടില്ലേ, ആപ്പിന്റെ ആകൃതിയിലുള്ള വെഡ്ജ് ഷേപ്പ്ഡ് ചിത്രലിപിയാണിത് അല്ലെ. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. എന്താണ്, കളിമൺ ഫലകങ്ങളിലാണ് എന്ത് ഇവർ എഴുതിയിരുന്നത്. ഓക്കെ. they used a pointed reed stylus to write on clay tablets. എന്താ ഇവിടെ പറയുന്നത്, കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് എന്ത് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെസോപ്പൊട്ടാമിയൻ റൈറ്റിംഗ് സിസ്റ്റം? മെസോപ്പൊട്ടാമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ദിസ് റൈറ്റിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ് ക്യൂണിഫോം. ഇറ്റ് വാസ് എ വെഡ്ജ് ഷേപ്ഡ് ആൻഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഇറ്റ് വാസ് എന്താണ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ദേ യൂസ്ഡ് എ പോയിന്റഡ് റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ഡേ ടാബ്ലറ്റ്സ്. അല്ലെ, എന്താണ് ക്യൂണിഫോം എന്ന് ഈ എഴുത്ത് രീതി അറിയപ്പെടുന്നു. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. പിന്നെന്താണ്, കളിമൺ ഫലകങ്ങളിലാണ് എന്ത് എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണെന്ത് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് അല്ലെ. ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ്? കോൺട്രിബ്യൂഷൻസ് ഓഫ് മെസോപ്പൊട്ടോമിയൻസ്. എന്താണ് മെസോപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, ലൂണാർ കലണ്ടർ, കാൽക്കുലേറ്റഡ് ദ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ്, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ലോ എന്താണ്, ലോസ് വെർ കോഡിഫൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡ്യൂറിംഗ് ദ റീൻ ഓഫ് സുമേറിയൻ റൂളർ ദുംഗി. ദ കോഡ് ഓഫ് എ ഹമ്മൂറബി ഈസ് ദ റിവൈസ്ഡ് ഫോം ഓഫ് ദീസ് ലോസ്. എന്താണ്, ശാസ്ത്രവും ഗണിതത്തിലും ചന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും അല്ലെ. നിയമം എന്താണ്, സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണെന്ത് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണെന്ത് ഹമ്മൂറാബിയുടെ നിയമ സംഹിത എന്ന് പറയുന്നത്. എന്താണ് കോഡ് ഓഫ് ഹമ്മൂറാബി? ദിസ് ഈസ് എ കോഡ് ഓഫ് ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദ ബാബിലോണിയൻ റൂളർ ഹമ്മൂറാബി 1792 to 1750 BCE. It is considered to be the oldest written code of law in the world. The method of punishment of an eye for an eye, a tooth for a tooth comes from this code. അപ്പൊ എന്താണ് ഈ ഹമ്മൂറാബി എന്ന് പറയുന്നത്? എന്താണ്, ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മൂറാബിയുടെ BCE 1792 മുതൽ 1700 BCE 50 കാലഘട്ടത്തിൽ എന്താണ് നിലനിന്നിരുന്ന നിയമ സംഹിതയാണിത് അല്ലെ. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായി ഇത് അറിയപ്പെടുന്നു. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. പിന്നെ അടുത്ത വേറെ എന്താ പറയുന്നത്, സിഗൂററ്റ്സ്. എന്താണ്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓഫ് ദ മെസോപ്പൊട്ടോമിയൻസ് were known as ziggurats. These places of worship were mainly built in cities. They were made of bricks. The ziggurat in the city of Ur is still preserved. എന്താണ് സിഗൂറത്ത് എന്ന് പറഞ്ഞാല്? മെസോപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗാറത്തുകൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അല്ലെ. സിഗൂറാത്തുകൾ അല്ലെ. പ്രധാനമായും നഗരങ്ങളിലാണെന്ത് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത് അല്ലെ. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഉർ നഗരത്തിലെ സിഗൂറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഓക്കെ, ഇതാണ് അല്ലെ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്താണ്, വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് of the Mesopotamian to science, mathematics and law? എന്താണ്, ശാസ്ത്രത്തിനും ഗണിതത്തിനും നിയമത്തിനും മെസോപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്താണെന്ന് വെച്ചാൽ അല്ലെ. അപ്പൊ എന്താ, they knew the lunar calendar, the calculation of solar and lunar eclipses and the knowledge of subtraction and multiplication. The laws were first codified during the reign of the Sumerian ruler Dungi. These laws were revised and the code of a Hammurabi was written അല്ലെ. എന്താണ്, ചാന്ദ്രപഞ്ചാംഗം, പിന്നെന്താ ചാന്ദ്രപഞ്ചാംഗം, പിന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും അറിയാമായിരുന്നു അല്ലെ. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണെന്ത് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണെന്ത് ഹമ്മൂറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് വർ ദ മെസോപ്പൊട്ടോമിയൻ പ്ലേസസ് ഓഫ് വർഷിപ്പ് നോൺ ആസ്? മെസോപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് സിഗൂറാത്തുകൾ അല്ലെ. എന്താണ് സിഗൂറാത്ത്? ഓക്കെ, എന്താണ്
സിഗൂറാത്തുകൾ, സിഗൂറത്സ് അല്ലേ. ഓക്കെ, ദെൻ മെസോപ്പൊട്ടേമിയ ഈസ് കറന്റ്ലി എ പാർട്ട് ഓഫ് വിച്ച് കൺട്രി? മെസോപ്പൊട്ടേമിയ നിലവിൽ ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ഇറാഖിന്റെ അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് കേട്ടോ. ലുക്ക് അറ്റ് മാപ്പ് 1.1 അല്ലെ, മുകളിലുള്ള മാപ്പ് കേട്ടോ. ഫൈൻഡ് ദ റീജിയൻ where the Egyptian civilization flourished. You have seen that Egyptian civilization flourished in the Nile Valley. The main city of the Egyptian civilization was Cairo. The Egyptian kings were known as pharaohs. The main feature of the Egyptian civilization is the pyramids. Agriculture was the main livelihood of the people. Wheat, barley, millets, fruit, flax, cotton and so on grew abundantly in the Nile River basin. This agricultural prosperity facilitated the development of civilization in the Nile Valley. Hence Egypt is called the gift of the Nile. അല്ലേ, എന്താണ് ഇവിടെ പറയുന്നത്? ഈജിപ്ഷ്യന്റെ സംസ്കാരമാണ് അല്ലെ. ഭൂപടം 1.1 നിരീക്ഷിക്കുക. ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. എവിടെയാണ്? നൈൽ നദീതടത്തിലാണ് അല്ലെ. നൈൽ നദീതടത്തിലാണ് എന്ത് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലെ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം ഏതാണ്? കൈറോ ആയിരുന്നു അല്ലെ. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറോവ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാര് ഫറോവ എന്ന പേരിലാണ് എന്ത് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് എന്ത്? പിരമിഡുകൾ അല്ലെ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തീന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണെന്ത്? നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിക്കപ്പെടുന്നു അല്ലെ. അപ്പൊ ഈജിപ്ത് എന്താണ്? നൈലിന്റെ ദാനം എന്നാണ് എന്ത് വിശേഷിപ്പിക്കപ്പെടുന്നത് അല്ലെ. എന്താണ്? ഗിഫ്റ്റ് ഓഫ് ദ നൈൽ ഏതാണ്? ഈജിപ്ത് അല്ലെ. അപ്പം ദ മെയിൻ സിറ്റി ഇൻ ഈജിപ്ഷ്യൻ കൾച്ചർ ഈസ് എന്താണ്? ഈജിപ്തിലെ സംസ്കാരത്തിലെ പ്രധാന നഗരം ഏതാണ്? കൈറോ അല്ലെ. കൈറോ. വാട്ട് വർ ദ കിങ്സ് ഓഫ് ഈജിപ്റ്റ് നോൺ ആസ്? ഈജിപ്തിലെ രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഫറോവ അല്ലെ. വാട്ട് വാസ് ദ മെയിൻ വേ ഓഫ് ലൈഫ് ഓഫ് ദ ഈജിപ്ഷ്യൻ? ഈജിപ്തുകാരുടെ പ്രധാന ജീവിതമാർഗം ഏതാണ്? അഗ്രികൾച്ചർ അല്ലെ, കൃഷി തന്നെ അല്ലെ. വിച്ച് ഈസ് നോൺ ആസ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ? നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഈജിപ്ത്. ഓക്കെ, ഇനി പിരമിഡ് എന്താന്ന് നോക്കിയേ. The pyramid, which were the tombs of the pharaohs, are the main feature of Egyptian civilization. The biggest and the most famous in the Great Pyramid of ഗിസ അല്ലെ. എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണെന്ത്? ഫറോവമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും എന്താണ്? പ്രശസ്തവുമാണ് അല്ലെ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന സവിശേഷതയാണെന്ത്? ഫറോവമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. കണ്ടില്ല ചിത്രത്തില്. അപ്പൊ ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും എന്ന് പ്രശസ്തവുമാണ് അല്ലെ. ഇനി എന്താണ് അടുത്ത് നോക്കിയ? മമ്മീസ്. എന്താ നോക്കുക? മമ്മീസ് ആണ് അല്ലെ. എന്താണ്? The Egyptians had a system of preserving the dead body by embalming it with perfumes. A body preserved in this way is known as mummy. Among these, the most famous is the mummy of Pharaoh Tutankhamun. Such mummies were kept inside the pyramids. എന്താ അവിടെ പറയുന്നത്? മമ്മികളെ മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുന്നത്. ഫറോവ ആയിരുന്നു തൂത്തങ്കാമന്റെ മമ്മിയാണിത്. ഫറോവ ആയിരുന്ന തൂത്തങ്കാമിന്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത് അല്ലെ. പിരമിഡുകൾക്കുള്ളിലാണിത് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പിരമിഡ്? എന്താണ് ഇവിടെ? മമ്മി എന്താന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇവിടെ നോക്കിയൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കാം അല്ലെ. എന്താണ് ഇവിടെ? വാട്ട് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സിവിലൈസേഷൻ ഇൻ ഈജിപ്റ്റ്? ഈജിപ്ഷ്യൻ നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത് എന്താണ്? അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ആണ് അല്ലെ, കാർഷിക സമൃദ്ധിയാണ് അല്ലെ. വാട്ട് ആർ ദ മെയിൻ ക്രോപ്സ് ഓഫ് ദ ഈജിപ്ഷ്യൻസ്? ഈജിപ്തുകാരുടെ പ്രധാന വിളകൾ ഏതെല്ലാമായിരുന്നു? വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ജൂട്ട്, കോട്ടൺ അല്ലെ. ഗോതമ്പ്
ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി എന്നിവയായിരുന്നു എന്ത് ഈജിപ്തുകാരുടെ പ്രധാന വിളകൾ അല്ലെ. വാട്ട് ആർ ദ ടു മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ കൾച്ചർ? ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ രണ്ട് പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാണ്? പിരമിഡ്സ് ആൻഡ് മമ്മീസ് അല്ലെ. പിരമിഡും മമ്മികളുമാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇവിടെ? ആർട്ട് ഓഫ് റൈറ്റിംഗ്. Writing existed in Egypt just as Mesopotamia. Let us see what are the features of Egyptian writing. എന്താ ഇവിടെ പറയുന്ന എഴുത്തുവിദ്യയാണ് അല്ലെ. മെസോപ്പൊട്ടോമിയയിലേതുപോലെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു അല്ലെ. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഹൈറോഗ്ലിഫിക്സ് ലിപി അല്ലെ. എന്താണ്? ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് അല്ലെ. ഹൈറോഗ്ലിഫിക്സ് വേഴ്സസ് സ്ക്രിപ്റ്റ് ഓഫ് ദ ഏൻഷ്യൻ ഈജിപ്ഷ്യൻസ്. എന്താണ്? പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു അല്ലെ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ദ വേർഡ് ഹൈറോഗ്ലിഫ്സ് മീൻസ് എന്താണ്? സാക്രഡ് റൈറ്റിംഗ് അല്ലെ. എന്താണ്? വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സിന്റെ എന്ന വാക്കിന്റെ അർത്ഥം. പിന്നെ എന്താണ് അടുത്ത പറയുന്നത്? എന്താണ്? ദിസ് സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ്. എന്താ? ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടി ചേർന്ന ലിപിയാണിത് അല്ലെ. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇതെന്താണ്? വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എന്താണ് വായിച്ചിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈജിപ്ഷ്യൻസ് റൈറ്റിംഗ് സിസ്റ്റം? ഈജിപ്തുകാരുടെ എഴുത്ത് സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? എന്താണ്? ദ റൈറ്റിംഗ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് sacred writing. This script was a combination of science and letters. It was read from right to left അല്ലെ. എന്താണ് ഇതിൻ്റെത്? എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെടുന്നു. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ്? ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടി ചേർന്ന ലിപിയാണിത്. വലത്തു നിന്ന് ഇടത്തോട്ടാണ് ഇത് വായിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ശാസ്ത്ര നേട്ടങ്ങളാണ് അല്ലെ. എന്താണ്? അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ്. മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ് achieved significant advancement in Egypt. The Egyptians laid the foundation of geometry in mathematics. Addition and subtraction were their contributions. Their solar calendar consisted of 12 months of 30 days each and added 5 days to complete a years of 365 days. എന്താണ് അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ്? ശാസ്ത്ര നേട്ടങ്ങൾ എന്താണ്? ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു അല്ലെ. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവയെ ഇവരുടെ സംഭാവനകളായിരുന്നു അല്ലെ. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണെന്ത് ഇവരുടെ ഈ സോളാർ കലണ്ടറിൽ, അതായത് സൗര പഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് അതിന്റെ ശാസ്ത്ര നേട്ടങ്ങൾ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വർ ദ സയന്റിഫിക് അച്ചീവ്മെന്റ്സ് ഓഫ് ദ ഈജിപ്ഷ്യൻസ്? ഈജിപ്തുകാരുടെ ശാസ്ത്ര നേട്ടങ്ങൾ എന്തെല്ലാം? എന്താണ്? ദ ഈജിപ്ഷ്യൻസ് laid the foundation for geometry in mathematics. Geometry in mathematics, addition and subtraction were their contributions. Their solar calendar includes a year of 365 days. എന്താണ്? ഗണിതശാസ്ത്രത്തിലെ ജാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു അല്ലെ. സങ്കലനം, വ്യവകലനം ഇവരുടെ സംഭാവനകളായിരുന്നു. 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണെന്ത് ഇവരുടെ ഈ സൗര പഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? Chinese civilization ആണ്. Chinese civilization originated along the banks of rivers Huanghe. Agriculture was the foundation of this civilization as well. They were also experts in weaving, pottery and silk production. They made excellent bronze sculptures. എന്താ ഇവിടെ പറയുന്നത്? ചൈനീസ് സംസ്കാരമാണ് അല്ലെ. ഹ്വാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിന്റെ അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു അല്ലെ. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. അപ്പൊ എന്താണ്? ഹ്വാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സിവിലൈസേഷൻ, ചൈനീസ് സംസ്കാരം വന്നത് അല്ലെ. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിന്റെ ബേസ്, അടിത്തറ എന്ന് പറയുന്നത് അല്ലെ. കൂടാതെ എന്താണ്? അവര് വീവിങ്, നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിൽ അവർ എന്താണ് വിദഗ്ധരായിരുന്നു അല്ലെ.
മികവുറ്റ വെങ്കല ശില്പങ്ങൾ എന്താണ് അവർ നിർമ്മിച്ചിരുന്നു. ഓക്കെ, റൈറ്റിംഗ് സിസ്റ്റം എന്താന്ന് നോക്കിയാൽ കണ്ടോ, ചൈനീസ് സ്ക്രിപ്റ്റ് ആണല്ലോ ഇത്. ദ ചൈനീസ് ഹാഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ഏൻഷ്യൻ ടൈംസ്. ദ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് വാസ് കോമൺ. Gradually they developed symbols to use in place of pictures. That script still exists in China with modifications. എന്താണ് എഴുത്ത് സമ്പ്രദായം ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു എന്ത് പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്ന് എന്താണ് ചൈനയിൽ നിലനിൽക്കുന്നു. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. വിച്ച് റിവർ വാലി ഡിഡ് ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ്? ചൈനീസ് സംസ്കാരം ഉടലെടുത്ത നദീതട ഏതാണ്? ഹൊയാങ് ഹോ അല്ലെ. വാട്ട് വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ചൈനീസ് സിവിലൈസേഷൻ? ചൈനീസ് സംസ്കാരത്തിന്റെ അടിത്തറ എന്തായിരുന്നു? അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു അല്ലെ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ചൈനീസ് കൾച്ചർ? ചൈനീസ് സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഇതാണ് വീവിംഗ്, പോട്ടറി, സിൽക്ക് പ്രൊഡക്ഷൻ, ബ്രോൺസ് സ്കൾപ്ചർ മേക്കിംഗ്, പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് വെർ പോപ്പുലർ. എന്താണ് നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം, വെങ്കല ശില്പ നിർമ്മാണം, അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നത് പ്രചാരത്തിലുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അതാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് കേട്ടോ. എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ? ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് എ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇൻഡസ് വാലി ഡ്യൂറിംഗ് ദ ബ്രോൺസ് ഏജ്. ഇറ്റ് ഈസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് എക്സിസ്റ്റഡ് ഫ്രം അബൌട്ട് 2600 BCE to 1900 BCE. Harappa was the first city to be discovered. That is why this civilization is called Harappan civilization. Since it is emerged in the Indus Valley, it is known as the Indus Valley civilization. This civilization developed around urban cities. Therefore, this civilization is termed as the first urbanization in India. അപ്പൊ എന്താ ഇവിടെ പറയുന്നത് മക്കളെ? ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് പറയുന്നത് അല്ലെ. വെങ്കല യുഗത്തിൽ എന്താണ് സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് എന്ത്? ഹാരപ്പൻ സംസ്കാരം. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് എന്ത് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹാരപ്പയാണെന്ത് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. എന്താണ്? അപ്പൊ ഹാരപ്പയാണ് ആദ്യം കണ്ടെത്തിയ നഗരം അല്ലെ. അതിനാലാണ് എന്ത് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുത്ത് എവിടുന്നാണ്? സിന്ധു നദീ തടത്തിലാണ് അല്ലെ. ആ തീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാലും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ് അല്ലെ. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്ത് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു അല്ലെ. ദിസ് സിവിലൈസേഷൻ ഈസ് ടേംഡ് ആസ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. ഏത്? ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെ. സർ ജോൺ മാർഷൽ എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI is an organization formed to carry out excavation and the preservation of archaeological materials in India. Sir John Marshall was the Director General of Archaeological Survey of India from 1902 to 1928. It was a research conducted under this leadership that led to the discovery of Harappan civilization. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സർ ജോൺ മാർഷൽ ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണെന്ത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1902 മുതൽ 1922 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. Which river basin was inhabited by the Harappan civilization? ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം ഏതാണ്? എന്താണ്? സിന്ധു നദീതടം അല്ലെ. ഇൻഡസ് റിവർ ബേസിൻ ആണ് അല്ലെ. വാട്ട് വാസ് ദ പീരീഡ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടം ഏതാണ്? ഇവിടെ കാണുന്നുണ്ട് അല്ലെ. 2000 it is generally considered to have existed from about 2600 BCE to 1900 BCE അല്ലെ. എന്താണ്? BCE 2600 to BCE 1900. ഓക്കെ, BCE 2600 മുതൽ BCE 1900 വരെയാണ് അല്ലെ. അനദർ നെയിം ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെ. സിന്ധു നദീതട സംസ്കാരം. ഓക്കെ. Why is the Harappan civilization called the first urbanization in India?
ഇവിടെ പറഞ്ഞില്ലേ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് ഈ സിവിലൈസേഷനെ ഫസ്റ്റ് അർബനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാൻ കാരണം? ഈ ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെ? ബിക്കോസ് ദി സിവിലൈസേഷൻ ഡെവലപ്ഡ് അറൌണ്ട് അർബൻ സെന്റേഴ്സ്. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സംസ്കാരം വളർന്നു വന്നതിനാലാണ് ഇതിനെ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്താണ്? ടൗൺ പ്ലാനിങ് ആണ് കേട്ടോ. The main features of the Harappan civilization was town planning. They built houses on both sides of the street. They used burnt bricks for the purpose of construction. The drainage system was another important features of the Harappan civilization. The cities and drains were planned in such a way that the waste water from the house was drained out of the city through the drains in the സ്ട്രീറ്റ്സ്. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് നഗരാസൂത്രണമാണ് അല്ലെ, ടൗൺ പ്ലാനിങ് ആണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണെന്ത്? നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണെന്ത് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണെന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണെന്ത്? നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണെന്ത് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത് അല്ലെ. ചുട്ടെടുത്ത ഇഷ്ടികകളാണെന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്താണ്? അഴുക്കുചാൽ സമ്പ്രദായമാണ് അല്ലെ. വീടുകളിൽ നിന്നുള്ള മലിനജലം എന്താണ് തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ഒക്കെ ആസൂത്രണം അല്ലെ. ഓക്കെ. ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജദോര. ഇനി എന്താണ്? മോഹൻജദോര വാസ് ദ മേജർ city of the Harappan civilization. The Great Bath is the remains of the Great Bath. The Great Bath is the most distinctive structure of this city. There were the flights of steps on both sides to enter this tank, and it had bathrooms. There was also arrangement for filling fresh water and draining out waste water. എന്താണ് ഇവിടെ പറയുന്നത്? മോഹൻജദോരയിലെ വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് അല്ലെ, വലിയ കുളത്തിന്റെ അവശിഷ്ടമാണ് കേട്ടത്. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നത് മോഹൻജദോര. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളിലും കുളിക്കാനുമായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കുവാൻ മലിനജലം പുറത്തേക്ക് ഒഴുകുവാനുമുള്ള സംവിധാനവും എന്താണ് ഇവിടെ നിലനിന്നിരുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? ഗ്രാനറി ആണ് കേട്ടോ. ഗ്രാനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യപ്പുര കേട്ടോ. ഓക്കെ. ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അല്ലെ. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ. എവിഡൻസസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം സൈറ്റ്സ് ലൈക്ക് റംഗ്പൂർ ആൻഡ് ജ്ലോതാൽ ഇൻ ഗുജറാത്ത്. The granary is the most significant historical remain found in Harappa. It was used to store and preserve grains. The remains of a granary. എന്താണ്? ഈ ജാനിപുരയുടെ അവശിഷ്ടങ്ങളാണിത്. അപ്പോൾ ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം എന്താണ്? അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോതാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പുകളാണെന്ത്? ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനും ഒക്കെയാണെന്ത് ഈ ഗ്രാനറി, ഈ ധാന്യപ്പുര ഉപയോഗിച്ചിരുന്നത്. ഓക്കെ. അപ്പം വാട്ട് ആർ ദ മേജർ സിറ്റീസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരങ്ങൾ ഏതെല്ലാമാണ്? മോഹൻജദോര, കാലിബംഗൻ, ലോതാൽ, രാഗ്പൂർ അല്ലെ. ഇതൊക്കെയാണ് അല്ലെ. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ? ടൗൺ പ്ലാനിങ് അല്ലെ. custom built houses lined upon both sides of the streets, a system of draining sewage from the houses out of the city through sewers. എന്താണ്? നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലും ചുട്ടെടുത്ത ഇഷ്ടികളാൽ നിർമ്മിച്ച വീടുകളാണ്. വീടുകളിൽ നിന്നുള്ള മലിനജലം അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്ന സംവിധാനമാണ് അല്ലെ. ഇനി ഗ്രേറ്റ് ബാത്ത് എന്താണ്? ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ steps on both sides to get in the pool, bathroom for bathing, system for
ഫില്ലിംഗ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് ഡ്രെയിനിങ് ഔട്ട് ഓഫ് ദ വേസ്റ്റ് വാട്ടർ അല്ലെ. വലിയ കുളം, കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകൾ, കുളിക്കുവാനായി കുളിമുറികൾ, ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുകാനുമുള്ള സംവിധാനങ്ങളൊക്കെ അല്ലെ. ഇനി അടുത്ത എന്താ, ഗ്രാനറി എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസ് ടു സ്റ്റോർ ആൻഡ് പ്രിസർവ് ഗ്രെയിൻസ്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. എന്താ, ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിച്ചിരുന്ന കൃഷിയായിരുന്നത് പ്രധാന ഉപജീവന മാർഗം അല്ലെ. ഇനി എന്താണ് ഇവിടെ അടുത്ത് കരകൗശല വിദ്യം പറയുന്നുണ്ട് അല്ലെ, ഹാൻഡിക്രാഫ്റ്റ് പറയുന്നുണ്ട്. എന്താണ് ഹാൻഡിക്രാഫ്റ്റ്? ദ ഹാർപ്പൻസ് വർ സ്കിൽഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്സ്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ടോയ്സ്, സീൽസ്, ജ്വല്ലറി, ക്ലേ പോട്ട്, ബ്രോൺസ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് എ ഡാൻസിങ് ഗേൾ അല്ലെ. എന്താണ്, ഹാരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു അല്ലെ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയേ, കളിപ്പാട്ടാണ് ഇതിലെ, മുദ്രകൾ, ആഭരണങ്ങൾ, മൺപാത്രങ്ങൾ, നർത്തകിയുടെ വെങ്കല പ്രതിമയൊക്കെയാണ് അല്ലെ. അപ്പോൾ what details about the handicraft of the Harappans can be obtained from this picture? Find out the complete the concept map. എന്താണ്, ഈ ചിത്രങ്ങളിൽ നിന്ന് ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നത് കണ്ടെത്തി ഇത് പൂർത്തിയാക്കുക. ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യ, ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ദി ഹാരപ്പൻസ്. എന്താ, യൂസ്ഡ് ടു മേക്ക് സീൽസ്. എന്താണ്, മുദ്രകൾ നിർമ്മിച്ചിരുന്നു. പിന്നെ യൂസ്ഡ് ടു മേക്ക് ടോയ്സ്. എന്താണ്, കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു. പിന്നെന്താണ്, ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു അല്ലേ. പിന്നെന്താ, മൺപാത്രം നിർമ്മിച്ചിരുന്നു. നർത്തകിയുടെ വെങ്കല പ്രതിമ നിർമ്മിച്ചിരുന്നു അല്ലേ. എന്താണ്, യൂസ്ഡ് ടു മേക്ക് ജ്വല്ലറി, യൂസ്ഡ് ടു മേക്ക് സീൽസ്, യൂസ്ഡ് ടു മേക്ക് ക്ലേ പോട്ട്, യൂസ്ഡ് ടു മേക്ക് ബ്രോൺസ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദ ഡാൻസിങ് ഗേൾസ്. ഓക്കെ. Necklaces, bracelet and earrings made of gold, silver, beads and shells were widely used. They made seals from clay and stones. The toys, clay pots and bronze statues found in the Harappan cities all show the artistic skills of the Harappan people. എന്താ അവിടെ പറയുന്ന മക്കളെ? ഇവിടെ സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു അല്ലേ. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹാരപ്പൻ നഗരങ്ങളിൽ നിന്നും കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം എന്താണ്, ഹാരപ്പൻ ജനതയുടെ ഒരു കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങളും മൺപാത്രങ്ങളും വെങ്കല പ്രതിമയും ഒക്കെ എന്താണ്, ഹാരപ്പൻ ജനതയുടെ ഒരു കലാവൈദഗ്ധ്യം എന്താണ് കാണിക്കുന്നുണ്ട് അല്ലേ. ഇനി എന്താണ്, ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്താണ്. ഹാരപ്പൻ പീപ്പിൾ ഹാഡ് ദെയർ ഓൺ റൈറ്റിംഗ് സിസ്റ്റം. ദേ യൂസ്ഡ് സിംബൽസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ടു റൈറ്റ്. ദെയർ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ സീൽസ്. എന്താണ്, എഴുത്തുവിദ്യ. ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തുരീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം എന്താണ് കണക്കാക്കപ്പെട്ടത് അല്ലേ. അപ്പോൾ മുദ്രകളിലാണ് എഴുത്തുവിദ്യ ഏറ്റവും അധികം കണക്കാക്കപ്പെട്ടായിരുന്നത് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ. Okay, the next decline of Harappan civilization. Harappan cities faced decline around 1900 BC. There are different opinions about the decline of Harappan civilization. Let us examine some of them. The decline of Harappan civilization: climate change, excessive use of land, frequent floods, deforestation. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച ഏകദേശം BCE 1900 കൂടി എന്താണ്, ഹാരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു അല്ലേ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അവയിൽ ചിലത് നമുക്ക് നോക്കാം. എന്താണ്, ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച: കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായി, ഭൂമിയുടെ അമിതമായ ഉപയോഗം, നിരന്തരമായ പ്രളയം, പിന്നെ വനനശീകരണം. ഇതൊക്കെയാണെന്ത്, ഈ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച അല്ലെ. റെക്കോർഡിംഗ് human history of ancient period is a very difficult and laborious task. Since no written evidence is available, we rely only on archaeological evidence to learn about humans and their lives in prehistoric times. Historians have recorded the history of humans since the beginnings of analyzing such archaeological evidences. While fossils remains providing evidence of human that evolved millions of years ago, stone weapons, tools and cave paintings tell us about what people in the Stone Age, the beginning of agriculture and the
The development of settled life during the Neolithic period were the milestones in human history. The civilization that emerged in different parts of the world during Bronze Age reveal the history of the achievements of human during the period. It is knowledge and practice formed in ancient civilization that laid the foundation for our culture. We can use such reminders of the past as stepping stones for the ഫ്യൂച്ചർ. അപ്പൊ എന്താ പറയുന്നത്, പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ് അല്ലെ. എഴുതപ്പെട്ട തെളിവുകളൊന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിൽ മനുഷ്യരെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗകാലത്തെ മനുഷ്യരെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. നവീന ശിലായുഗത്തെ കുറിച്ചും കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വെങ്കലയുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ. ഭൂതകാലത്തെ കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാകാം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ കൾച്ചർ ചോദിച്ചിരുന്നില്ല. അതിൽ ടൗൺ പ്ലാനിങ് പറഞ്ഞു, പിന്നെന്താണ് ഗ്രേറ്റ് ബാത്ത് പറഞ്ഞു, ഗ്രാനറി പറഞ്ഞു അല്ലെ. ഇനി എന്താ ഹാൻഡിക്രാഫ്റ്റ് ടോയ് സീൽസ് മെയ്ഡ് ഓഫ് ക്ലേ ആൻഡ് സ്റ്റോൺസ്, clay figures, vessels, jewelry made of gold, silver, pearls and shells, and bronze statues were made. കരകൗശല വിദ്യ, കളിപ്പാട്ടങ്ങൾ, കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടുമുള്ള മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, സ്വർണം, വെള്ളി, മുത്തുകൾ, ശില്പികൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ, വെങ്കല പ്രതിമകൾ എന്നിവ നിർമ്മിച്ചിരുന്നു അല്ലെ. പിന്നെ ആർട്ട് ഓഫ് റൈറ്റിംഗിൽ ഫീച്ചർ സിംബൽസ് ആൻഡ് സീൽസ് were used for writing instead of letters അല്ലെ. എഴുത്തുവിദ്യ അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളും മുദ്രകളും എഴുതാനായി ഉപയോഗിച്ചിരുന്നു. What were the reasons for the decline of the Harappan civilization? ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ കാരണങ്ങൾ എന്തെല്ലാണ്? ക്ലൈമറ്റ് ചേഞ്ച്, എക്സസീവ് യൂസ് ഓഫ് ലാൻഡ്, ഫ്രീക്വന്റ് ഫ്ലഡ്, ഡീഫോറസ്റ്റേഷൻ അല്ലെ. കാലാവസ്ഥ വ്യതിയാനം, ഭൂമിയുടെ അമിതമായ ഉപയോഗം, നിരന്തരമുണ്ടായ പ്രളയം, വന നശീകരണം. ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബ്രോൺസ് ഏജ് അഗ്രികൾച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. വെങ്കലയുഗ സംസ്കാരങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തീകരിക്കാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ മെസോപ്പൊട്ടാമിയന്റെ നദീതടം യൂഫ്രട്ടീസും ടൈഗ്രീസും അല്ലെ. എഴുത്തുവിദ്യ ക്യൂണിഫോം ആണ് അല്ലെ. ഇനി മേജർ കോൺട്രിബ്യൂഷൻസ് പ്രധാന സംഭാവനകള് ഹമൂറാബീസ് കോഡ് ഓഫ് ലോസും സിഗൂറത്തും അല്ലെ. ഹമൂറാബിയുടെ നിയമസംഹിതയും സിഗൂറാത്തുകളും അല്ലെ. ഇനി ഈജിപ്ഷ്യനിലാണെങ്കിലോ സംസ്കാരം ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നൈൽ നദിയാണ് അല്ലെ, നദീതടം. എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് ആണ്. അതിന്റെ മേജർ കോൺട്രിബ്യൂഷൻ പിരമിഡ് സോളാർ കലണ്ടർ അല്ലെ. പിരമിഡും സൗര പഞ്ചാംഗവും. ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ ഏത് നദീതടത്തിലാണ്? സിന്ധു അല്ലെ, ഇൻഡസ്. സിംബൽസ് ആൻഡ് സീൽസ് ആണ് എഴുത്തുവിദ്യ അല്ലെ. ഇനി മേജർ കോൺട്രിബ്യൂഷൻ പ്രധാന സംഭാവനകൾ ടൗൺ പ്ലാനിങ്, ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി. ഇനി ചൈനീസ് ഹുയാങ്ഹോ നദീതടത്തിലാണ് അല്ലെ. പിക്ചേഴ്സ് ആൻഡ് സിംബൽസ് ആണ് എഴുത്തുവിദ്യ. പിന്നെന്താണ് അവിടുത്തെ ഇത് വരുന്നത് മേജർ കോൺട്രിബ്യൂഷന്? സ്കിൻ ക്ലോത്ത് മേക്കിങ്ങും പോട്ടറി മേക്കിങ്ങും ആണ് അല്ലെ. പട്ടുവസ്ത്ര നിർമ്മാണം, മൺപാത്ര നിർമ്മാണമാണ് അല്ലെ. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നന്നായി പഠിച്ചിട്ട് ഓരോ ഭാഗവും മനസ്സിലാക്കുക. എന്നിട്ട് ക്വസ്റ്റ്യന് നന്നായി പഠിച്ചതിന് ശേഷം നല്ല മാർക്കും വാങ്ങുക കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.